ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC GD 2025 SSC MTS 2025 എക്സാമുകൾക്ക് വേണ്ടിയുള്ള മാത്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ സീരീസിൽ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിന് പഠിക്കുന്നവർക്കും SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാ എക്സാമിന് പഠിക്കുന്നവർക്കും ഏറ്റവും ബേസ് മുതൽ മാത്സ് പഠിച്ചു തുടങ്ങണം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും, അത്രയും ബേസ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയും ക്ലാസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു CGL പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, മാത്സിൻ്റെ ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുക. അതുപോലെ SSC GD MTS പഠിക്കുന്നവർ ക്ലാസ്സുകൾ കണ്ട് തന്നെ പോവുക. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ്റെ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ അഡിഷൻ പഠിച്ചു, ഫ്രാക്ഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നത്, ഈ ഒരു സാധനത്തെ മാറ്റുന്നത്. ഇപ്പോൾ 1/5/12 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നമുക്ക് ഇതിലോട്ട് എത്തിക്കണം. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് നോർമൽ ഫ്രാക്ഷനിലോട്ട് എത്തിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഡിനോമിനേറ്റർ എന്താണോ, എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, 17നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 17ൽ 12 ഒരു വട്ടം ഉണ്ട്, ശിഷ്ടം 5 ഉണ്ട്, ഇതെല്ലാം പഠിച്ചാണ് ബൈ 12 എന്ന് എഴുതും. അങ്ങനെയാണ് 1 5/12 എന്ന് എഴുതുന്നത്. ഇതിനെ തിരിച്ചാക്കണമെങ്കിലോ നമുക്ക് 12 ഗുണം 1, ഇതാണ് നമ്മുടെ ഡിവൈസർ, ഡിവൈഡ് ചെയ്യുന്ന സാധനം, ഇതാണ് നമ്മുടെ റിസൾട്ട് കോഷ്യന്റ്, പ്ലസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക 12, അതേപോലെ എഴുതാം. അപ്പോൾ 12 ഗുണം 1 അധികം ഇവിടെ കിടക്കുന്ന ന്യൂമറേറ്ററിലെ വാല്യൂ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 ഗുണം 1 12 പ്ലസ് 5, 12 5 17/12 എന്ന് കിട്ടും. ബാക്കി ബോർഡ് മാസും എല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് പഠിച്ചു. അപ്പോൾ നമ്മൾ ഒരു ഫ്രാക്ഷൻ കൂട്ടാൻ പഠിച്ചു, LCM വെച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ LCM വെച്ച് പഠിച്ചു. ഒരുപാട് പേർക്ക് അത് അറിയുന്ന കാര്യമല്ലായിരുന്നു, അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോംവർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ആൻസർ പറഞ്ഞു, കുറേ പേര് പറയാനുമുണ്ട്. നിങ്ങൾ ഹോംവർക്ക് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ കമൻ്റ് ആയിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 17 34 51 LCM എത്ര കിട്ടും? 17 51 നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു LCMൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ഏകലവ്യ ബാച്ചിൽ, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ LCMൻ്റെ കാര്യം കുറച്ചുകൂടെ മനസ്സിലാവും, ഇതിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ 17 34 51 എന്ന നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ വാല്യൂവിനെ എടുത്തു 17നെ. അപ്പോൾ 17നകത്ത് നിന്ന് 51 വലിയ നമ്പറുമായിട്ട് എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. അപ്പോൾ 17 51 നോക്കുമ്പോൾ 51 എന്താണ്? 17ൻ്റെ 51ൻ്റെ മൾട്ടിപ്പിളാണ്, 17 ഗുണം 3. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തോളമായി പുതിയ ആൾക്കാർ മാത്സിൻ്റെ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാൻ അതിന് കഴിയും, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ 17 ഗുണം 3 51 നമ്മൾ എല്ലാ ദിവസവും എഴുതുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 51 എഴുതിയാലും 17ൻ്റെ മൾട്ടിപ്പിളാണ്, ഈ 51ൻ്റെ മൾട്ടിപ്പിളാണ്, ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ്. അപ്പോൾ പിന്നെ 17 നോക്കേണ്ട ആവശ്യമില്ല. ഇനി 34 51 നോക്ക്. 34 51 നോക്കുമ്പോൾ എന്താ പ്രശ്നം? കറക്റ്റായിട്ട് ഞാൻ 51 എന്ന് പറയുന്ന വാല്യൂ LCM ആയിട്ട് കൊടുത്താൽ, പക്ഷേ അത് 34ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 34 അതിനകത്ത് വരത്തില്ല അല്ലേ? 51നകത്ത് ഒരിക്കലും 34ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 34 എന്ന് പറയുന്ന വാല്യൂ കറക്റ്റായിട്ട് അതിനകത്ത് അടങ്ങത്തില്ല. അപ്പോൾ 34നെ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ 2 ഗുണം 17 എന്ന് എഴുതി. അപ്പോൾ 2 ഗുണം 17 എന്ന് എഴുതി കഴിഞ്ഞാൽ 17 എന്ന് പറയുന്ന വാല്യൂ എവിടെ ഉണ്ട്? 51ലുണ്ട്. പിന്നെ ഞാൻ 17 കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 51ലും 34ലും ഇല്ലാത്ത സാധനം 51ലുണ്ട്, 51ലില്ല എന്നാൽ 34 ഉണ്ട്. 51ലില്ല എന്നാൽ 34ലുള്ള സാധനവും കൂടെ എവിടെ കൊടുക്കണം? ഇതിൻ്റെ കൂടെ കൊടുത്താലേ എന്ത് വരത്തുള്ളൂ? നമുക്ക് രണ്ടിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിൾ ആണെന്ന് ഈ നമ്പറിനെ, നമ്മുടെ LCM നമ്പറിനെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഞാനിവിടെ 51 എന്ന് പറയുന്ന ഒരു വാല്യൂവിനകത്തോട്ട് എന്ത് കൊടുക്കേണ്ടി വരും? ഈ എക്സ്ട്രാ ഉള്ള 2 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 51 ഗുണം 2 എത്രയാണ്? 102 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? LCM കിട്ടുന്നത്. 17ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 17 ഗുണം 6 ആണ്, 51 ഗുണം 2 ആണ്, 34 ഗുണം 3 ആണ്. അപ്പോൾ 102 ഞാൻ എന്ത് ചെയ്തു? LCM ആയിട്ട് എഴുതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് LCM എടുക്കുന്നത്, എങ്ങനെയാണ് LCM വെച്ച് ചെയ്യുന്നത് എല്ലാം പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ 102 ആവണമെങ്കിൽ ഇൻറ്റു 6, ഇവിടെ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അടിയിൽ 102 ആയി. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എല്ലാം ഒരേപോലെ 102 ആക്കുന്നത്. അപ്പോൾ മേളിൽ താഴെ 6 കൊണ്ട് ഗുണിച്ചാൽ എന്താവും? ഇത് 102 ആവും. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാത്തിൻ്റെയും 102 എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 18 കിട്ടും, പ്ലസ് ഇവിടെ 34നെ 3 കൊണ്ട് ഗുണിക്കണം 102. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം 12, മൈനസ് ഇവിടെ മൈനസ് ആണ്, ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം മേളിലും താഴെയും, 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ 18 12 30 മൈനസ് 4 26 ഡിവൈഡഡ് ബൈ 102. നമുക്ക് കാൽക്കുലേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 13/51 ആൻസർ കിട്ടും. 13/51 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, കുറച്ച് പേരെ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ കാണുക, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. പക്ഷെ അത് കണ്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സംഭവം ഫ്രാക്ഷൻ്റെ അഡിഷൻ നമ്മൾ LCM വെച്ച് കൂട്ടുന്നത്. ഇനി ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് ഇപ്പോൾ നോക്ക് 2/3 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നമുക്ക് 2/3 ഇൻറ്റു 5/9. 2/3 ഇൻറ്റു 5/9 എന്ന് പറഞ്ഞാൽ 1/3 ആണ്.
ഇൻറ്റു 7/6. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ന്യൂമറേറ്റർ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ എഴുതുക, ഡിനോമിനേറ്റർ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ എഴുതുക. ഇപ്പോൾ 2 × 5 10, 17 70, 27 × 6 അല്ലെങ്കിൽ 54 × 3 96, 54, 54 × 3 എത്രയാണ്? 54 × 3 ഒക്കെ മൈൻഡ് ചെയ്യാൻ പറ്റണം. 150 50 × 3 150, 4 3 12, 150 12 162. വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. 2 4ഒന്നുമില്ല. ഡിവിസിബിലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസ് പറഞ്ഞുതരാം. ഓക്കെ, 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 35, 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 81. ഈ ഒരു കാൽക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സുമായിട്ടുള്ള പരിചയം വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാം. ഇതാ ഇവിടെ നോക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 3 4/5 അധികം 8 3/5 ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? അതേപോലെ രണ്ടാമത് 8 7/17 പ്ലസ് 9 3/34 ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 9 3/11 പ്ലസ് 8 9/121 പ്ലസ് 7 3/22 ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു 3 4/5ൻ്റെ അർത്ഥം എന്താ? ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാണ് എടുക്കുകയാണ്. അപ്പോൾ 3 4/5ൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 + 4/5 എന്നാണ്. 3 + 4/5 എന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 3/1 ഉണ്ട്, 3 5 15, 15 + 4 19 / 5. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് ഏത് ടൈമിലാണ് ഡൗട്ട് ഉള്ളതെന്ന് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 19/5 എന്ന് കിട്ടും. 3 + 4/5 അതേ സാധനം തന്നെ നമ്മൾ 3 × 5 15 പ്ലസ് 4/5 അങ്ങനെ എഴുതിയാലും 19/5 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 4/5 എന്ന് പറയുന്നതും 3 + 4/5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റിനെ ഞാനൊന്ന് ഡീകോഡ് ചെയ്ത് എഴുതി കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ച് കഴിയുമ്പോൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 4/5 എനിക്ക് എങ്ങനെ എഴുതാം? 3 + 4/5. ഇനി 8 3/5 എനിക്ക് എങ്ങനെ എഴുതാം? 8 + 3/5. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 3ഉം 8ഉം എത്രയാണ്? 11. ബാക്കി ആരൊക്കെ ഉള്ളത്? 4/5 3/5. 4/5 3/5. ഇപ്പോൾ 5 ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ 5 അതേപോലെ എഴുതി, ന്യൂമറേറ്റർ 2 കൂടെ കൂട്ടി എഴുതി. 4ഉം 3ഉം 7. അപ്പോൾ 11 7/5 എന്ന് വരും. അപ്പോൾ 11 7/5 എന്ന് പറഞ്ഞാൽ പിന്നെ ചെറുതാക്കാമല്ലോ. അപ്പോൾ 11 + 7/5 എനിക്ക് എങ്ങനെ എഴുതാം? 1 ഒരു വട്ടം പോവും. 7 5ൽ പിന്നെ ശിഷ്ടം എത്രയാണ്? 2 + 2/5 2/5. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 12 2/5 എന്ന് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറയ്ക്കുന്നതും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതാ ഇവിടെ നോക്ക്, ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ മൈനസ് വരട്ടെ, വലുതല്ലെങ്കിൽ പിന്നെ മൈനസ് വരും, കുഴപ്പമില്ല. മൈനസ് വന്നോട്ടോ, കുഴപ്പമില്ല. ഇവിടെ ഞാൻ എന്തായാലും നെഗറ്റീവ് കൊടുത്തു, അവിടെ ഞാൻ മൈനസ് കൊടുത്തു. ഇവിടെ നോക്ക്, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് 8 + 7/17. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 8 + 7/17. ഇവിടെ 9 + 3/34. അപ്പോൾ ഇവിടെ 8 9 നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി 17 എഴുതി. പ്ലസ് ഇനി 7/17ഉം 3/34. LCM എത്രയാണ്? 34 ആണ്. 34 ആക്കി 34 LCM എഴുതി. 34 LCM എഴുതി. ഇവിടെ 34 ആണെങ്കിൽ മേലിന് താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 14 വരും. 14/34. ഇവിടെ 3 തന്നെ സെയിം 3/34. അപ്പോൾ 17 + 17/34 എന്ന് പറഞ്ഞാൽ 1/2. 17 34 കിട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2 ആണ്. 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ 17 1/2 അല്ലെങ്കിൽ 17 അല്ലെങ്കിൽ 17.5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻസ് കൂട്ടുന്നത്. ഇതൊന്നും അറിയാതെ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അറിയാതെ നിങ്ങൾ ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എല്ലാവരും ചെയ്യുന്ന പരിപാടി അതാണ്. അത് കയറി ചാപ്റ്റേഴ്സ് അങ്ങ് പഠിക്കും. അറിയാത്ത ഒരുപാട് പേര് കാണും. ഇനി ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? 9 + 3/11 8 + 9/121 -7/7 + 3/22 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 9 8 17 17 - 7 9 8 17 17 7 പോയാൽ 10 എഴുതി. അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 3/11. ഓക്കെ, 3/11 പ്ലസ് 9/121 മൈനസ് 3/22 ആണ്. അപ്പോൾ ഈ ഒരു സാധനത്തെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് നോക്ക്, ഇവിടെ -7 3/22 -7 + 3/22 ആണ്. അപ്പോൾ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ ഇതെന്താവും? മൈനസും ഇവിടെ പ്ലസും മൈനസ് ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -7 ഈ മൈനസ് ഇൻറ്റു പ്ലസ് എത്ര വരും? -7 - 3/22 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 9 + 8 -7 ഓൾറെഡി എടുത്തു. പിന്നെ എന്ത് വേണം? ആ ഒരു അകത്തോട്ട് മൈനസ് കയറുമ്പോൾ എന്ത് വരും? ഇവിടെ -3/22. അല്ലാതെ എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നതെന്ന് ഡൗട്ട് തോന്നരുത്. 7 മാത്രമല്ല മൈനസ്, ആർക്കൊക്കെ ഉണ്ട്? ഇത്
മൊത്തത്തിലാണ് കേട്ടോ, ബ്രാക്കറ്റിലാണ്. ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ചിലർ വിചാരിക്കും -7 മാത്രം എഴുതിയാൽ പോരെ, ഇവിടെ പ്ലസ് ഇതിനെ -7 3/22 7 + 3/22 എന്നല്ല എഴുതുന്നത്. അപ്പോൾ ഈ മൈനസ് ഫസ്റ്റ് മൈനസിന് മാത്രം കൊടുത്താൽ പോരെ, 7 മാത്രം കൊടുത്താൽ പോരെ എന്ന് തോന്നുന്നവരുണ്ട്. അങ്ങനെയല്ല, ഈ ഒരു മൊത്തത്തിലാണ് മൈനസ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ മൈനസ് വരുമ്പോൾ ആദ്യം മൈനസ് കൊണ്ട് അകത്തോട്ട് ഗുണിക്കുമ്പോൾ -7 വന്നു, പിന്നെ ഈ മൈനസ് കൊണ്ട് പിന്നെ അകത്തോട്ട് പോകണം കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കണം. -3/22 അല്ലെങ്കിൽ കാൽക്കുലേഷൻ തെറ്റിയ ആൻസർ, അങ്ങനെ കാൽക്കുലേഷൻ തെറ്റുമ്പോൾ കിട്ടുന്ന ആൻസറും എവിടെ കാണും, ഓപ്ഷനിൽ കാണും. അപ്പോൾ ഇവിടെ നോക്കി, ഇനി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 10 ഓൾറെഡി ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്, 10 ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇനി 11 121 22 LCM എടുക്കാം. 11-നകത്ത് 121 ഓൾറെഡി ചെറിയ വാല്യൂ എടുത്തു 11, അത് 121 ഞാൻ LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 11 121ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് വരും. ഇനി നമ്മൾ നോക്കുന്ന ആരൊക്കെയാണ്? 121ഉം 22ഉം. ഇപ്പോൾ 22ലുള്ള എന്തോ സാധനം 121 ഇല്ല, 22ൽ 11 ഉണ്ട്, എന്നാൽ 2 ഇല്ല, 121ൽ 2 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ 121 കൊണ്ട് 2 എത്രയാണ്? 242. അപ്പോൾ 242 ആണ് നമ്മുടെ LCM. അപ്പോൾ ഇത് 242 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 11നെ ഒന്ന് ചെയ്ത് നോക്കുക. 242 ആദ്യമൊക്കെ തുടക്കക്കാർ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. 24-നകത്ത് ഇതൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. 24-നകത്ത് 11 2 വട്ടം, 22-നകത്ത് 11 1 വട്ടം. ഇപ്പോൾ 21 കൊണ്ട് ഗുണിക്കണം, മേളിലും എന്ത് ചെയ്യണം? 21 കൊണ്ട് ഗുണിക്കണം, 63 പ്ലസ് 121 ഓൾറെഡി ഉണ്ട്, 242 ആവാൻ 2 ഉണ്ട്. LCM എത്രയാണ്? 242 ആണ്. കാൽക്കുലേഷൻ ചെയ്യണം, സമയം എടുത്ത് ചെയ്തോ, എത്ര സമയം ബേസിക് ആയിട്ട് പഠിക്കുന്നവർ സമയം എടുത്ത് ചെയ്തോ, പക്ഷേ വൃത്തിയായിട്ട് കറക്റ്റ് വേയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. 121നെ 2 കൊണ്ട് ഗുണിക്കണം, മേളിലും താഴെ. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 18 മൈനസ് 22നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 242 കിട്ടും? 22 ഗുണം 10 12 ആണ്. അത് വേണമെങ്കിൽ എഴുതി ചെയ്തോ, 242/22 എത്ര വട്ടം? 24-നകത്ത് 22 ഒരു വട്ടം, 22-നകത്ത് 22 ഒരു വട്ടം, 11 ഗുണം 22. ഓക്കെ, 220ഉം 22. യെസ്, അപ്പോൾ 11 ടൈം. അപ്പോൾ മൈനസ് ഇനി എന്ത് ചെയ്യണം? ഇവിടെ 11 കൊണ്ട് മേളിലും താഴെ ഗുണിക്കണം, -33. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 അധികം 63 18 73 8 81 81 - 31 81 30 50 51 51 3 48 അല്ലേ? 48 48ഉം 33ഉം ആണ് 81 എന്ന് പറയുന്നത്. അപ്പോൾ 48/242 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 24 ഡിവൈഡഡ് ബൈ എത്രയാണ്? 121. 24/121 വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ എന്ന് പറഞ്ഞാൽ 10 24/121. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രാക്ഷൻ വാല്യൂസ്, മിക്സഡ് ഫ്രാക്ഷൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ LCM പഠിച്ച കാര്യവും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവൈഡ് ചെയ്യുന്നതും എല്ലാം എന്ത് ചെയ്തു? ഈ ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാം. സ്വന്തമായിട്ട് എഴുതി എന്ത് ചെയ്യുക? ഞാനൊരു ഹോംവർക്ക് തരട്ടെ. ഹോംവർക്ക് എന്നാൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോയിന്റ് കൂട്ടാൻ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മാത്സിനെ നമുക്ക് ഇഷ്ടപ്പെടാതാക്കുന്നത്, മാത്സിനെ ഇൻട്രസ്റ്റിംഗ് അല്ലാതാക്കുന്നത് ഈ ഇതേപോലത്തുള്ള കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ അറിയാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കുന്നവരായിക്കോട്ടെ, ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നമുക്ക് 7/17 പ്ലസ് 17 വേണ്ട, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 17 വെച്ചല്ലേ തന്നത്. ഓക്കെ, നമുക്ക് വേറെ നമ്പർ മാറ്റി പിടിക്കാം. യെസ്, 7 3/13 പ്ലസ് 8 9/26 പ്ലസ് 11 3/39 മൈനസ് 9 യെസ് 5/65. ഇതിൻ്റെ ആൻസർ എല്ലാവരും എനിക്ക് കമൻ്റ് ആയിട്ട് പറയുമോ? എല്ലാവരും ഇത് കമൻ്റ് ആയിട്ട് പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, വോൾ നമ്പേഴ്സ് എന്താണ്, ഇൻറ്റിജേഴ്സ് എന്താണ്, അതൊക്കെ കണ്ടു. ഇനി നമുക്ക് റൂട്ട് വരുന്ന ടേംസ് ഉണ്ടല്ലോ, √2 √3. ഇപ്പോൾ √2ൻ്റെ ഒക്കെ വാല്യൂ കാണാതെ പഠിക്കണം. √2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, എന്തിന് നമ്മൾ സ്ക്വയർ പഠിക്കും, സ്ക്വയറിൻ്റെ വാല്യൂ സ്ക്വയർ പഠിക്കും, ക്യൂബ് പഠിക്കും, സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പഠിക്കും, ക്യൂബ് എങ്ങനെ ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാം, അതെല്ലാം നമ്മൾ പഠിക്കും. ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പഠിക്കും, അപ്പോൾ ക്യൂബ് റൂട്ട് എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കാം. പക്ഷേ ഇവിടെ √2ൻ്റെ വാല്യൂ നിങ്ങൾ പഠിക്കേണ്ടതാണ് 1.414. എവിടെയെങ്കിലും എഴുതിയിട്ടേക്കുക. √3 വാല്യൂ 1.732. ഇത് നമുക്ക് ആവശ്യം വരും, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. നമുക്ക് കോൺജുഗേറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. √3 + 1. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ 1 + √2 എന്ന് പറയുന്ന നമ്പർ കാണാം, 1 + √3 എന്ന് പറയുന്ന നമ്പർ കാണാം, √3 - 2 എന്ന് പറയുന്ന നമ്പർ കാണാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റൂട്ട് വെച്ചുള്ള ഒരുപാട് വാല്യൂസിന് എന്ത് ചെയ്യും? കാണുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം
പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വയറും സ്ക്വയർ റൂട്ടും സഡ്സ് ആൻഡ് ഡിസസും എല്ലാം പഠിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ക്ലാസ് കണ്ടില്ലാത്തൊരു ദയവായിട്ട് ആദ്യം മുതൽ ക്ലാസ് കാണുക. യെസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കാൽക്കുലേഷൻ സ്പീഡ് ഡെയിലി ഇത് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ടോപ്പിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ലെവൽ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ GDക്ക് വേണ്ടിയും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, GD MTS എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള CGL വരെയുള്ള ഫൗണ്ടേഷൻ മുതൽ ഹൈ ലെവലുള്ള ഇംഗ്ലീഷ് ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടു തുടങ്ങുക. ഇന്ന് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. യെസ്, ബാക്കി ഇൻഡിജേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ അതെല്ലാം നമ്മൾ പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, എങ്ങനെ ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ പഠിച്ചു, ഡിവിഷൻ എന്താ ചെയ്തു, ഡിവിഷൻ ചെയ്തിട്ട് ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡെസിമൽ എന്താണെന്ന് പറഞ്ഞു തന്നു. ഇനി ഡെസിമലിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ വാല്യൂസ് കിട്ടുന്നതെന്ന് പറഞ്ഞു തന്നു. ഫ്രാക്ഷൻ്റെ അഡിഷൻ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോഞ്ചുഗേറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഫ്രാക്ഷൻ അഡിഷൻ പഠിച്ചു, മിക്സഡ് ഫ്രാക്ഷൻ അഡിഷൻ പഠിച്ചു. ഇതിന് ആൻസർ നിങ്ങൾ കൊടുക്കുക. മാക്സിമം ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ക്ലാസ്സിന് ഫ്രീക്വൻസി കൂടുതലായിട്ട് തരും. അപ്പോൾ നിങ്ങൾ പഠിക്കുക. വ്യൂസ് ഒന്നും അധികമായിട്ടില്ല, നന്നായിട്ട് പഠിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ. ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സിൽ മൊത്തം കാണുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക് യു.